ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചെറിയൊരു രസകരമായ കഥയാണ്. കഥയുടെ പേര് ദ ഡോർ ഇൻസിഡൻറ്റ്. അപ്പം നമുക്ക് ഓരോ സെൻറ്റൻസും അർത്ഥം നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പറഞ്ഞ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, ജാക്ക് വാതിലിൻ്റെ കൈപ്പിടി ശരിയാക്കാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വാതിൽ, വാതിൽ എന്ന് വെച്ചാൽ എന്താ? ഡോർ. കൈപ്പിടി, ഹാൻഡിൽ. അപ്പം ശരിയാക്കാൻ ശ്രമിച്ചു. അപ്പം ശ്രമിക്കുക എന്ന് വെച്ചാൽ എന്താ? ട്രൈ. അപ്പം ഇവിടെ ശ്രമിച്ചു എന്നാണ്. അപ്പം നമ്മൾ ട്രൈയെ പാസ്റ്റ് ഫോമിലാക്കിയിട്ട് എഴുതണം. കാര്യം നമുക്ക് ഈ ശ്രമിച്ചു എന്ന് കേട്ടപ്പോഴും മനസ്സിലായി ഈ ഒരു സെൻറ്റൻസ് മൊത്തം ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യത്തിലാണ്. അപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ശ്രമിച്ചു എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി ഈ ഒരു സെൻറ്റൻസ് ഏത് ഒരു ടെൻസിലാണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ജാക്ക്. അപ്പം ശ്രമിക്കുക എന്ന് വെച്ചാൽ എന്താ? ട്രൈ. അപ്പം ഇവിടെ ശ്രമിച്ചു എന്നാണ്. അപ്പം ഞാൻ എന്താ എഴുതാൻ പോണേ? ജാക്ക്. നമ്മൾ ട്രൈയെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കി ട്രൈഡ് എന്ന് എഴുതും. ജാക്ക് ട്രൈഡ്. ഞാനവിടെ കണ്ടോ ഇ ഡി യൂസ് ചെയ്ത് ഞാൻ ട്രൈയെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ട്രൈഡ് എന്നായി. ജാക്ക് ട്രൈഡ് ടു ശരിയാക്കാൻ. അപ്പം നമ്മൾ ശരിയാക്കുക എന്നാണ് പറയുന്നതിന് നമുക്ക് ഫിക്സ് എന്ന് പറയാം. ഇവിടെ ഫിക്സ്. ജാക്ക് ട്രൈഡ് ടു ഫിക്സ് ദ എന്താണ് ശരിയാക്കാൻ ശ്രമിച്ചത്? ഡോർ എന്ന് വെച്ചാൽ വാതിൽ. ഡോർ. കൈപ്പിടി എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ. അപ്പം ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? ജാക്ക് ട്രൈഡ് ടു ഫിക്സ് ദ ഡോർ ഹാൻഡിൽ. ജാക്ക് വാതിലിൻ്റെ കൈപ്പിടി ശരിയാക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചേഞ്ചാണ്? ഞാൻ പറഞ്ഞു ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. നമുക്ക് ശ്രമിച്ചു എന്ന് കേട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാണ് ഇവിടെ എഴുതിയെന്ന് നോക്കാം ഈ ഒരു സെൻറ്റൻസ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ട്രൈയെ ചേഞ്ച് ചെയ്ത് ട്രൈഡാക്കി. ട്രൈയുടെ പാസ്റ്റ് ഫോം ട്രൈഡാക്കി. പിന്നെന്താ നമ്മൾ ചേഞ്ച് വരുത്തിയത്? പിന്നെ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചേഞ്ച്, ഞാനിപ്പം പറയണ ചേഞ്ച് വരുത്തിയെന്ന് പറയണ ഒരു പ്രസൻറ്റ് ഫോമിലൊരു സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാണ് പാസ്റ്റ് ഫോമിലാക്കുന്നത്, ഒരു കഴിഞ്ഞുപോയ കാര്യത്തിലാക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ ഇപ്പോൾ ട്രൈ ആണെങ്കിൽ നമ്മൾ ട്രൈഡാക്കി. കാര്യം ട്രൈ പ്രസൻറ്റ് ഫോമാണ്. ആ പ്രസൻറ്റ് ഫോമിനെ നമ്മൾ ട്രൈഡാക്കി ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യത്തിലോട്ടാക്കി. അപ്പം ഈ ഒരു വേർഡ് മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതിയാൽ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു പഠിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജാക്കാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈഡ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ് സബ്ജക്റ്റും വെർബ്. അപ്പം കാര്യം നമ്മൾ മെയിനായിട്ട് അർത്ഥം നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മൾ നല്ല രീതിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക. നമുക്ക് ജസ്റ്റ് എല്ലാം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ജാക്ക് വാതിലിൻ്റെ കൈപ്പിടി ശരിയാക്കാൻ ശ്രമിച്ചു. ജാക്ക് ട്രൈഡ് ടു ഫിക്സ് ദ ഡോർ ഹാൻഡിൽ. നെക്സ്റ്റ് പോയിന്റ്, കൈപ്പിടി അല്പം ലൂസായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. കൈപ്പിടി എന്ന് വെച്ചാൽ ഹാൻഡിൽ. അല്പം. അപ്പം അല്പത്തിന് നമുക്ക് സ്ലൈറ്റ്ലി എന്ന് പറയാം, ലിറ്റിൽ എന്ന് പറയാം. പക്ഷേ ഇവിടെ ഞാൻ സ്ലൈറ്റ്ലിയാണ് ഉപയോഗിക്കാൻ പോണത്. അപ്പം കൈപ്പിടി അല്പം ലൂസ് ആയിരുന്നു. അപ്പം ഈ ആയിരുന്നു എന്നതിന് നമുക്ക് എന്ത് ഉപയോഗിച്ച് എഴുതാൻ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എന്താ എഴുതാൻ പോണേ? കൈപ്പിടി അല്പം ലൂസ് ആയിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദ ഹാൻഡിൽ എന്ന് വെച്ചാൽ കൈപ്പിടി. ദ ഹാൻഡിൽ. അപ്പോൾ ആയിരുന്നു എന്ന് വരാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യാൻ പോണത്? ആയിരുന്നു. അപ്പം നമ്മൾ വാസ് യൂസ് ചെയ്തത്. ദ ഹാൻഡിൽ വാസ് ആയിരുന്നു. അപ്പോൾ ഈ വാസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പാസ്റ്റ് ഫോമാണ്? ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പോൾ ഈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഫോമാണ്. ഇവിടെ ആയിരുന്നു എന്നുണ്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ആയിരുന്നു എന്ന് വന്നപ്പം നമ്മൾ ഈസിനെ മാറ്റി വാസാക്കി. ദ ഹാൻഡിൽ വാസ്. അപ്പം അല്പം. ഈ അല്പത്തിനുള്ളിൽ അല്പം എന്നുള്ളതിന് നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? സ്ലൈറ്റ്ലി. ഞാൻ പറഞ്ഞു ഞാനിവിടെ സ്ലൈറ്റ്ലിയാണ് എഴുതാൻ പോകുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ ലിറ്റിൽ എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഞാൻ സ്ലൈറ്റ്ലി എന്ന് എഴുതി. സ്ലൈറ്റ്ലി സ്പെല്ലിംഗ് നോക്കിയോ? എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം SLIGHTLY സ്ലൈറ്റ്ലി. ദ ഹാൻഡിൽ വാസ് സ്ലൈറ്റ്ലി ലൂസ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ദ ഹാൻഡിൽ വാസ് സ്ലൈറ്റ്ലി ലൂസ്. അപ്പം നമുക്ക് ഒന്നിച്ച് പറഞ്ഞ് നോക്കാം. ദ ഹാൻഡിൽ വാസ് സ്ലൈറ്റ്ലി ലൂസ്.
അപ്പോൾ ചിലവരെങ്കിലും വിചാരിക്കും ഇവിടെ ഇപ്പം ലൂസ് ആയിരുന്നു, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്, അപ്പം നമുക്കിവിടെ എന്താ വേറെ യൂസ് ചെയ്താലെന്ന് വിചാരിക്കും. കാര്യം ആർ ഒരു പ്രസൻറ്റ് ഫോമാണ്, വേറിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ആർ. അപ്പം എന്തുകൊണ്ട് ഇവിടെ വേറെ യൂസ് ചെയ്തുകൂടാന്ന് ചിലർക്ക് ഡൗട്ട് തോന്നും. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അപ്പം ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡിലാണ്. കാര്യം അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഹാൻഡിൽസ്, ഇപ്പോൾ കുറേ ഹാൻഡിൽസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ വേറെ യൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ ഹാൻഡിൽ എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ്, സിംഗുലാർ സബ്ജക്റ്റാണ്. ഹാൻഡിൽസ് എന്ന് വരുമ്പോൾ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല വേറെ. കാര്യം ഹാൻഡിൽ സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരു ഹാൻഡിലേ ഉള്ളൂ അവിടെ. അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്ത്. അപ്പം അത് ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. കാര്യം ഇവിടെ വേറെ പറയേണ്ട കാര്യമില്ല, പക്ഷേ ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. കാര്യം വേറെന്ന് പറയുന്നത് ആറിൻ്റെ പാസ്റ്റ് ഫോമാണ് വേർ. പക്ഷേ ഇവിടെ ഈ വാസാണ് എഴുതിയിരിക്കുന്നത്. കാര്യം എന്താ, ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ നമുക്ക് ദ ഹാൻഡിൽ ഈസ് ലൂസ് നമ്മൾ പറയത്തില്ലേ, ദ ഹാൻഡിൽ ഈസ് സ്ലൈറ്റ്ലി ലൂസ്. അപ്പം ഇവിടെ നമ്മൾ ഒരിക്കലും നമ്മൾ ദ ഹാൻഡിൽ ആർ സ്ലൈറ്റ്ലി എന്ന് പറയില്ല. കാര്യം ഈ ആറ് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും, കുറേ ഹാൻഡിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ആറ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെയാണ് ഈ വേറും വരുന്നത്. കുറേ ഹാൻഡിൽസ് ഉണ്ടെങ്കിലാണ് അതൊരു കഴിഞ്ഞു പോയ കാര്യമാകുമ്പോൾ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതുങ്ങളൊക്കെ പറയുമ്പോൾ കൺഫ്യൂസ് ആവും. അപ്പം നമുക്ക് ഇത് മാത്രം നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് വേറെ ടോപ്പിക്സിൽ വരുമ്പോൾ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. ഇങ്ങനെ നമ്മൾ എന്താ എഴുതിയത്, കൈപ്പിടി അല്പം ലൂസായിരുന്നു. ദ ഹാൻഡിൽ വാസ് സ്ലൈറ്റ്ലി ലൂസ്. ദ ഹാൻഡിൽ വാസ് സ്ലൈറ്റ്ലി ലൂസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൻ പറഞ്ഞു ഈ കൈപ്പിടി എളുപ്പത്തിൽ എനിക്ക് ശരിയാക്കാൻ കഴിയും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം അവൻ, ഹി. പറയുക എന്ന് വെച്ചാൽ എന്താ, സേ. അപ്പം ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം എഴുതണം. ഈ കൈപ്പിടി, അപ്പം ഈ എന്നുള്ളത് നമുക്ക് ദിസ്ന് യൂസ് ചെയ്യാം. കൈപ്പിടി ഹാൻഡിൽ. എളുപ്പം എന്ന് വെച്ചാൽ എന്താ, ഈസി. അപ്പം എനിക്ക് ശരിയാക്കാൻ കഴിയും. ശരിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ നമ്മൾ പറയില്ലേ ഫിക്സ് ചെയ്യുമെന്ന്. അപ്പം ഫിക്സ് നമുക്ക് എഴുതാം. കഴിയും എന്നുള്ളത് നമുക്ക് ക്യാൻ ഉപയോഗിച്ചിട്ട് ഇവിടെ എഴുതാം. അപ്പം ടോട്ടലി നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ പറഞ്ഞു ഈ കൈപ്പിടി എളുപ്പത്തിൽ എനിക്ക് ശരിയാക്കാൻ കഴിയും. എങ്ങനെ നമുക്ക് എഴുതാം, അവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞു എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. പറയുക എന്ന് വെച്ചാൽ സേ ആണ്. അപ്പം നമ്മൾ സേയുടെ പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോണത്. ഹി സെയ്ഡ് എന്താണ് പറഞ്ഞത്, ഹി സെയ്ഡ് എനിക്ക് കഴിയും. എന്ത് കഴിയും എന്ന് നമുക്ക് പറയാം, ഹി സെയ്ഡ് അപ്പോൾ കഴിയും എന്നുള്ളതിന് ഞാനിവിടെ ക്യാൻ യൂസ് ചെയ്തു. ഹി സെയ്ഡ് ഐ ക്യാൻ. എളുപ്പത്തിൽ. അപ്പം നമുക്ക് എളുപ്പം എന്ന് വെച്ചാൽ എന്താ, ഈസി. അപ്പം എളുപ്പത്തിൽ എന്നാണ് ഞാൻ എഴുതാൻ പോണത്, ഈസിലി. ഹി സെയ്ഡ് ഐ ക്യാൻ ഈസിലി. ശരിയാക്കാൻ, കൈപ്പിടി ശരിയാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം ശരിയാക്കുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്താ എഴുതാൻ പോണത്, നമുക്കിവിടെ ഫിക്സ് എന്ന് എഴുതാം. ഫിക്സ് കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഫിക്സ്. ഹി സെയ്ഡ് ഐ ക്യാൻ ഈസിലി ഫിക്സ്. ഇപ്പം ഈ കൈപ്പിടി എന്ന് പറയില്ലേ, ഈ കൈപ്പിടി എന്ന് പറയുന്നതിനാണ് ഞാനിവിടെ ദിസ് യൂസ് ചെയ്തത്. ദിസ്. ഐ ക്യാൻ ഈസിലി ഫിക്സ് ദിസ് ഹാൻഡിൽ, കൈപ്പടി. അപ്പം എങ്ങനെയാണ് നമ്മളിവിടെ എഴുതിയത്, അവൻ പറഞ്ഞു ഈ കൈപ്പിടി എളുപ്പത്തിൽ എനിക്ക് ശരിയാക്കാൻ കഴിയും. നമ്മൾ എങ്ങനെ എഴുതി, ഹി സെയ്ഡ്. അപ്പം സേയുടെ പാസ്റ്റ് ഫോമാണ് സെയ്ഡ്. പിന്നെന്താ ഇവിടെ വേറെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേറെ ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. ജസ്റ്റ് സേ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി സെയ്ഡ് ആക്കി. വേറെ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. വേറെ എല്ലാം നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സേ ആണ് നമ്മൾ പാസ്റ്റ് ഫോം ആയിട്ട് സെയ്ഡ് എന്ന് എഴുതുന്നത്. അപ്പോൾ ഈ സേക്ക് എത്ര ഫോംസ് ഉണ്ട്, 3 ഫോംസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് എന്തൊക്കെ ഫോംസ് ആണുള്ളത്. 3 ഫോംസ് ഉണ്ട്. സെയ്ഡ്. അപ്പോൾ 3 ഫോംസും ഈ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ് സേയുടെ. അപ്പം നമ്മളിവിടെ ഏത് ഫോം എഴുതിയെന്ന് സേയുടെ പാസ്റ്റ് ഫോം എഴുതി. പക്ഷേ 3 ഫോംസ് ഉള്ളത് സെയ്ഡ് എന്നാണ്. അപ്പോൾ ജസ്റ്റ് അത് ആ ഫോംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. കാര്യം ഇവിടെ സേയ്ക്ക് ബാക്കി 2 ഫോംസും സെയിം ആണ്. പക്ഷെ ചിലതിന് പറയുമ്പം ഇപ്പം നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു ടേക്കൺ. അപ്പോൾ അങ്ങനെയുള്ള ചില വേർഡ്സിന് സെയിം ആയിരിക്കത്തില്ല, 3 ഫോംസും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ സേയ്ക്ക് എന്ന് പറഞ്ഞാൽ
ബാക്കി 2 ഫോംസ് സെയിം ആണ്. അപ്പോൾ ഹീ സേയുടെ പാസ്റ്റ് ഫോമാണ് സേയുടെ എഴുതിയത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ, ഹീ. അപ്പം ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് എങ്ങനെ പറയാം? ഇംഗ്ലീഷിൽ നമുക്ക് പറയാം, ഈ സ്ക്രൂ ഡ്രൈവർ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലും അത് തന്നെയാണ് പറയണത്. അപ്പം ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയാം. പിന്നെ നമുക്ക് എന്താ പറയുക? എടുത്തു. അപ്പം എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ? ടേക്ക്. അപ്പം ഈ എടുത്തു എന്നുള്ളത് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി നമുക്ക് എഴുതാം. അപ്പം ഈ ഒരു സെൻറ്റൻസ് എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി കാണും, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അവൻ സ്ക്രൂ ഡ്രൈവർ എടുത്തു. അപ്പം എടുത്തു എന്നുള്ളത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തു. ഹീ. അപ്പം എടുക്കുക, ഞാൻ പറഞ്ഞു എടുക്കുക. എടുക്കുക എന്ന് വെച്ചാൽ ടേക്ക്. അപ്പം നമ്മൾ ടേക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ടേക്കിൻ്റെ പാസ്റ്റ് ഫോം? എന്താ? ടേക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോകുന്നത് നമ്മളിവിടെ ടുക്ക്. ഹീ ടുക്ക്. അപ്പം ഈ ടേക്കിന് 3 ഫോംസ് ഉണ്ട്. അത് ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ടേക്കിൻ്റെ പാസ്റ്റ് ഫോം ടുക്ക് എഴുതി. ഹീ ടുക്ക് എന്താ എടുത്തത്? സ്ക്രൂ ഡ്രൈവർ. അപ്പം അത് നമുക്ക് എഴുതാം. സെയിം ഇംഗ്ലീഷിലും സ്ക്രൂ ഡ്രൈവർ എന്ന് തന്നെയാണ് പറയുക. സ്പെല്ലിംഗ് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ. SCREW പിന്നെ DRIVER, സ്ക്രൂ ഡ്രൈവർ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ഹീ ടുക്ക് എ സ്ക്രൂ ഡ്രൈവർ. നമുക്ക് ഒന്നിച്ച് പറയാം. ഹീ ടുക്ക് എ സ്ക്രൂ ഡ്രൈവർ. അവൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തു. ഹി ടുക്ക് എ സ്ക്രൂ ഡ്രൈവർ. അപ്പം ഇവിടെ എന്ത് ചേഞ്ചാണ് നമ്മൾ വരുത്തിയത്? നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേക്കിനെ നമ്മൾ ടുക്കാക്കി. അപ്പം ടേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഫോമാണ്. ആ ടേക്കിനെയാണ് നമ്മൾ ടുക്കാക്കി പാസ്റ്റ് ഫോം ആക്കി എഴുതിയത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ടേക്കിന് എത്ര ഫോംസ് ഉണ്ടെന്ന്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ഞാൻ ടുക്കാണ് എഴുതിയിരിക്കണേ. അപ്പം ടേക്കിന് ഫോംസ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. ടേക്കിന് 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ്? ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പം 3 ഫോംസ് ഉണ്ട് ടേക്കിന്. അപ്പം അതിൽ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഹീ ടുക്ക് എ സ്ക്രൂ ഡ്രൈവർ. കേട്ടോ? അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. അപ്പം എത്ര ഫോംസ് ഉണ്ടെന്ന് ഉള്ളത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഹീ ടുക്ക് എ സ്ക്രൂ ഡ്രൈവർ. അവൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തു. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, പെട്ടെന്ന് കൈപ്പിടി മുഴുവൻ താഴെ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. പെട്ടെന്ന് എന്ന് വെച്ചാൽ എന്താ? നമുക്കിവിടെ സഡൻലി എന്ന് എഴുതാം. കൈപ്പിടി എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ. മുഴുവൻ നമുക്ക് ഹോൾ എന്ന് പറയാം, കംപ്ലീറ്റ്ലി എന്ന് പറയാം, എൻറ്റയർ എന്ന് പറയാം. ഇവിടെ ഞാൻ ഹോളാണ് എഴുതാൻ പോണത്. താഴെ വീഴുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ താഴെ വീഴുക, ഫാൾ ഡൗൺ. അപ്പം ഈ ഫാൾ ഡൗണിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം പെട്ടെന്ന് കൈപ്പിടി മുഴുവൻ താഴെ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പെട്ടെന്നുള്ളത് നമ്മൾ സഡൻലി എന്ന് എഴുതി. സഡൻലി ദ ഹാൻഡിൽ. അപ്പോൾ കൈപ്പിടി മുഴുവൻ എന്നാണ്. അപ്പോൾ സഡൻലി ദ ഹോൾ ഹാൻഡിൽ അല്ലെങ്കിൽ എൻറ്റയർ ഹാൻഡിൽ. നമുക്കിവിടെ ഹോൾ ഹാൻഡിൽ എഴുതാം. സഡൻലി ദ ഹോൾ ഹാൻഡിൽ, HANDLE ഹാൻഡിൽ. അപ്പം താഴെ വീഴുക എന്ന് വെച്ചാൽ ഫാൾ ഡൗൺ എന്നാണ്. അപ്പം നമ്മൾ ഫാൾ ഡൗൺ, ഇവിടെ താഴെ വീണു എന്നാണ്. താഴെ വീഴുക എന്ന് പറഞ്ഞാൽ ഫാൾ ഡൗൺ. ഇവിടെ ഓൾറെഡി വീണു എന്നായതുകൊണ്ട് നമ്മൾ ഫാളിൻ്റെ പാസ്റ്റ് ഫോം ആണ് എഴുതാൻ പോകുന്നത്. ഫാളിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഫെൽ ഡൗൺ നമുക്ക് എഴുതാം. സഡൻലി ദ ഹോൾ ഹാൻഡിൽ ഫെൽ ഡൗൺ. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? പെട്ടെന്ന് കൈപ്പിടി മുഴുവൻ താഴെ വീണു. അപ്പം സഡൻലി ദ ഹോൾ ഹാൻഡിൽ ഫെൽ ഡൗൺ. അപ്പോൾ ഇവിടെ ഹോളിന് പകരം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എൻറ്റയർ എന്ന് എഴുതാം, കംപ്ലീറ്റ്ലി എന്ന് എഴുതാം. അപ്പം ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയിട്ട് ഒരു പാസ്റ്റ് ഫോം ആക്കിയത്? ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയിട്ട് ആകെ വരുത്തിയിരിക്കണേ ഈ ഫാൾ ഡൗണിനെ നമ്മൾ ഫെല്ലാക്കി. അപ്പോൾ അത് മാത്രമേ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. അപ്പം പിന്നെ വേറൊരു കാര്യം, ഈ ഫാളിന് എത്ര ഫോംസ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. ഫാൾ, ഫെൽ, ഫാളൻ. അപ്പം ഇതാണ് 3 ഫോംസ്. ഫാൾ, ഫെൽ. നെക്സ്റ്റ് പോയിന്റ്, അതേ സമയത്ത് തന്നെ അവൻ്റെ വീട്ടിൽ കുറേ അതിഥികൾ വന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അതേ സമയം
നമുക്ക് പറയാം അറ്റ് ദ സെയിം ടൈം. അപ്പം അവൻ്റെ വീട്ടിൽ, ഹിസ് ഹൗസ്, കുറേ അതിഥികൾ നമുക്ക് എങ്ങനെ പറയാം? എ ലോട്ട് ഓഫ് ഗസ്റ്റ്സ്. ഗസ്റ്റ് എന്ന് വെച്ചാൽ അതിഥി എന്നാണ്. അപ്പോൾ ഇവിടെ ഗസ്റ്റ്സ് നമ്മൾ എസ് ആഡ് ചെയ്യുമ്പം അതിഥികൾ എന്നാവും. അപ്പം എ ലോട്ട് ഓഫ് ഗസ്റ്റ്സ്. അപ്പം വരുക, ഇവിടെ വന്നു എന്നാണ് എഴുതിക്കണേ. വരുക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പോൾ കമ്മിൻ്റെ പാസ്റ്റ് ഫോം വന്നു എന്നല്ലേ, അപ്പം കേം എഴുതി. നമ്മൾ വന്നു എന്നുള്ളത് നമ്മൾ കേം എഴുതി. പിന്നെന്താ നമ്മൾ യൂസ് ചെയ്തത്? ടു ഹിസ് ഹൗസ്, അവൻ്റെ വീട്ടിലോട്ട്. അപ്പം എന്താ നമ്മൾ എഴുതിയത്? അറ്റ് ദ സെയിം ടൈം എ ലോട്ട് ഓഫ് ഗസ്റ്റ്സ് കെയിം ഇൻ ടു ഹിസ് ഹൗസ്. കെയിം ടു ഹിസ് ഹൗസ്, ഇൻ ടു അല്ല ടു. അപ്പം അറ്റ് ദ സെയിം ടൈം എ ലോട്ട് ഓഫ് ഗസ്റ്റ്സ് കെയിം ടു ഹിസ് ഹൗസ്. അതേ സമയത്ത് തന്നെ അവൻ്റെ വീട്ടിൽ കുറേ അതിഥികൾ വന്നു. അറ്റ് ദ സെയിം ടൈം എ ലോട്ട് ഓഫ് ഗസ്റ്റ്സ് കെയിം ടു ഹിസ് ഹൗസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അതിഥികളോട് അവൻ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? ഞാൻ ഇപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അതിഥികൾ എന്ന് വെച്ചാൽ എന്താ? കുറേ പേരുണ്ട് അതിഥികൾ. അപ്പം ഗസ്റ്റ്സ് നമ്മൾ എസ് ആഡ് ചെയ്യും ലാസ്റ്റ് ഗസ്റ്റിൻ്റെ കൂടെ. അവൻ ചോദിച്ചു. അപ്പം നമുക്ക് അവൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആസ്ക്. അപ്പം അവൻ ചോദിച്ചു. അപ്പം നമ്മൾ ചോദിച്ചു എന്നുള്ളതിനെ ആസ്കിനെ പാസ്റ്റ് ഫോമിൽ എഴുതണം. എങ്ങനെയുണ്ട് എൻ്റെ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയുണ്ട്? ഹൗ ഈസ് മൈ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? നമുക്ക് ചോദിക്കാം അങ്ങനെ. ഞാൻ ഇപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ ജസ്റ്റ് ഡിസൈൻഡ് ഇറ്റ്. ഞാൻ ഇപ്പോൾ ചെയ്തതാണ് പറയല്ലേ. അപ്പോൾ ഐ ജസ്റ്റ് ഡിസൈൻഡ് ഇറ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചു എന്നല്ലേ പറയണേ. അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്കാണ്. അപ്പോൾ നമ്മുടെ ആസ്കിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുക. ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോം ആക്കി. ഹി ആസ്ക്ഡ്. എന്താണ് ചോദിച്ചത്? ഹി ആസ്ക് ദ ഗസ്റ്റ്സ്. അതിഥികളോടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഗസ്റ്റ്സ് എന്ന് എഴുതാം. സ്പെല്ലിംഗ് നോക്കിയോ? GUESTS, ഗസ്റ്റ്സ്. ഹി ആസ്ക് ദ ഗസ്റ്റ്സ്, എങ്ങനെയുണ്ട് ഓപ്പൺ പ്ലാൻ ഡിസൈൻ? എങ്ങനെയുണ്ട് എൻ്റെ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ? ഹൗ ഈസ് മൈ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? അപ്പം അതൊരു ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് വലുതാക്കി വെക്കാം. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഹൗ ഈസ് മൈ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? ഇത് പ്ലാനാണേ. അപ്പം ഹി ആസ്ക് ദ ഗസ്റ്റ് ഹൗ ഈസ് മൈ ഓപ്പൺ പ്ലാൻ ഡിസൈൻ. അപ്പം പിന്നെന്താ പറയണേ? ഞാൻ ഇപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാം? ഞാൻ തൊട്ട് മുമ്പെന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ ഐ ജസ്റ്റ് ഇപ്പോൾ ഡിസൈൻ. ഇപ്പോൾ ഇവിടെ പറയാം ഡിസൈൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റ് ഫോമിൽ തന്നെ ഡിസൈൻ്റെ പാസ്റ്റ് ഫോം ഡിസൈൻഡ് എന്നാക്കണം. DESIGNED, ഡിസൈൻഡ്. കാണുന്നില്ല എന്ന് തോന്നുന്നു, വീക്കായിട്ട് വെക്കാം. ഐ ജസ്റ്റ് ഡിസൈൻഡ് ഇറ്റ്. ഞാൻ ഇപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ എങ്ങനെ എഴുതിയ? ഹി ആസ്ക് ദ ഗസ്റ്റ്സ് ഹൗ ഈസ് മൈ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? ഐ ജസ്റ്റ് ഡിസൈൻഡ് ഇറ്റ്. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. ഹി ആസ്ക് ദ ഗസ്റ്റ് ഹൗ ഈസ് മൈ ഓപ്പൺ പ്ലാൻ ഡിസൈൻ? ഐ ജസ്റ്റ് ഡിസൈൻഡ് ഇറ്റ്. അപ്പം ഇതാണ് ഇന്നത്തെ കഥയുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി കാണും. ഇതൊരു രസകരമായ ചെറിയൊരു കഥയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.